ഇതിപ്പോൾ ഈ മാസത്തെ പത്തിരി ഉണ്ടാക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. പത്തിരി കുഴയ്ക്കാൻ എളുപ്പത്തിന് നമുക്ക് ഈ ഒരു രീതിയിൽ കൂടെ നിങ്ങൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിന് പത്തിരി ചുട്ടെടുക്കാം കേട്ടോ. അതാ ഇതുപോലെ നല്ല സോഫ്റ്റ് പത്തിരി ഉണ്ടല്ലേ, നല്ല ചുടുമ്പോൾ തന്നെ നല്ല ഒറ്റ കോമളായിട്ട് വരുന്ന നല്ല സോഫ്റ്റ് പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം കുഴയ്ക്കാനായിട്ട് എളുപ്പത്തിന് വേറൊരു ട്രിക്കും കൂടെ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു മുട്ടക്കറി, ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഒരു 5 മിനിറ്റിൽ തന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കൊണ്ട് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞുതരാം, എന്തായാലും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2.5 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് പൊടിക്ക് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ വെള്ളം എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം 2.5 ഗ്ലാസ് പൊടിക്ക് ഞാൻ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഇരട്ടി വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വെള്ളം നല്ല തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് പൊടി ഇടാവുള്ളൂ. അപ്പോൾ ആ പൊടി ഇടുന്ന ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പൊടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കിണ്ടി എടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കിള്ളി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പൊടി നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടും. ഒറ്റ കോമളായിട്ട് വരാനുള്ളതിൻ്റെ നല്ല വേവായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഇങ്ങനെ ഇടിമുട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഇടിമുട്ടി വെച്ചിട്ട് നമുക്ക് നല്ല നമ്മൾ എടുക്കുന്ന ഉരുളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉള്ള സ്റ്റീലിൻ്റെ ഉരുളിയിൽ നമ്മളത് പൊടി മാറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഉരുളി തന്നെ ഇട്ടിട്ട് നമുക്ക് ആ ഇടിമുട്ടി വെച്ചിട്ടൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഒട്ടും കൈ പൊള്ളത്തില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കിള്ളിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ തന്നെ നന്നായിട്ട് ഇടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കൈ പൊള്ളാതെ തന്നെ കുഴച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ പൊടി. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് പയ്യെ ഒന്ന് പിടിച്ചെടുക്കാം കേട്ടോ. ഒരു സ്പൂണോ തവി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കിള്ളിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നമ്മളൊരു വിരിവുള്ള താലത്തിൻ്റെ പാത്രത്തിൻ്റെ അടപ്പിലോട്ട് തന്നെ കൊട്ടുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഒട്ടും തന്നെ പൊള്ളാത്തില്ലാത്ത രീതി തന്നെ നമുക്ക് അപ്പോൾ തന്നെ ചൂടാറിയിട്ടുണ്ടാവും. ഇതുപോലെ ഒന്ന് കയ്യിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നീളത്തിൽ ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം കത്തി വെച്ചിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ കയ്യിൽ ഇത്തിരി എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ എല്ലാം ബോൾസ് ആക്കി ഇടുക. അപ്പോൾ ബോൾസ് ആക്കി എടുക്കാനുള്ള അതിനും ഭയങ്കര എളുപ്പത്തിൽ നമുക്കത് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പം കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, നമുക്ക് ഈ തുണിസഞ്ചിയിൽ ഞാൻ ഇത് കുഴയ്ക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ തുണിസഞ്ചിയിൽ കുഴയ്ക്കാൻ പാടുള്ള കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് നമുക്ക് ഇടിമുട്ടിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ കുത്തി ഇത് ഇടിച്ചെടുക്കുകയാണെങ്കിൽ കൈ പൊള്ളാതെ തന്നെ നല്ല സോഫ്റ്റ് മാവ് കിട്ടും കേട്ടോ. ഇനി നമ്മൾ പത്തിരി ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് നമുക്കിതുപോലെ ഷോളിൻ്റെ ഒരു കഷ്ണമോ അതുപോലെ സാരിയുടെ ഒക്കെ ഒരു കോട്ടൻ്റെ ഒക്കെ കട്ടി കുറഞ്ഞ പീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തുണിയിൽ നമുക്കൊരു കിഴി കെട്ടി പൊടി തട്ടിയെടുക്കാനായിട്ട് എളുപ്പത്തിന് നമുക്കത് അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. ഇനി ഞാനിപ്പം പരത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി പ്രസ്സിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു കിഴി കെട്ടി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ പത്തിരി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കത് കിട്ടും കേട്ടോ. അപ്പം ഓരോ പത്തിരി നമ്മളിത് ചട്ടിയിൽ ഇട്ട് കൊടുക്കുമ്പോഴും നമുക്കത് ഒട്ടിപ്പിടിക്കത്തില്ല. അതുമല്ല ഇപ്പോൾ ഈ പത്തിരി നമുക്ക് ബാലൻസ് ഇരുന്നാലും നാളത്തേക്കാണെങ്കിലും ഈ പത്തിരി കേടാവത്തില്ല. അപ്പോൾ ഇത് ചുടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കത് ഫ്രിഡ്ജിലോട്ട് നമുക്കൊരു ബോക്സിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ആ ചുടുന്നതിന് മുന്നേ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പത്തിരി ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് ഒരു ചെറിയൊരു ബോക്സിലോട്ട് ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എന്നും പത്തിരി ഉണ്ടാക്കാൻ നിൽക്കണ്ട, നമുക്ക് ആവശ്യത്തിന് നമുക്കത് പത്തിരി ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പത്തിരി ഇട്ടിട്ട് ഇതുപോലെ തിരിച്ചിടുക. ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് ചൂടായി കഴിയുമ്പം പിന്നെ വീണ്ടും അപ്പുറത്തേക്ക് തിരിച്ചിടുക കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് 2 ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഒറ്റ കൊമളയിൽ പത്തിരി പപ്പടം പോലെ പൊന്തി വരും കേട്ടോ. അപ്പോൾ ഒറ്റ തവണ നിങ്ങൾ ഇട്ട് കഴിയുമ്പം പത്തിരി പൊന്തി വരില്ല, തിരിച്ചും പിന്നെ ഇപ്പുറത്തോട്ട് തിരിച്ചിടുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിയുമ്പം എല്ലാ പത്തിരികളും നല്ല കൊമളച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ പൊന്തി വരുമ്പോഴാണ് നമുക്ക് പത്തിരി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഈ ഒരു പത്തിരി നമുക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും, നല്ല പഞ്ഞി പോലെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ പത്തിരി നമ്മളിതിങ്ങനെ താളത്തിലേക്ക് ചുട്ടെടുത്തതിന് ശേഷം കാസറോളിലേക്ക് ഇട്ട് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പത്തിരി കേടാവത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അതിൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു മുട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിട്ടും ഒട്ടും ബോറടിപ്പിക്കാതെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പം ഒരു 1.5 സവാള അതുപോലെ കുറച്ച് കറിവേപ്പിലും 1-2 പച്ചമുളകും കൂടെ കൂടിയിട്ട് ജസ്റ്റ് നമുക്ക് കുക്കറിൽ തന്നെ ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു 1.5 മല്ലിപ്പൊടിയും അതുപോലെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും അതുപോലെ മീറ്റ് മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ രീതിയിലൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല പഴുത്തൊരു തക്കാളിയും അതുപോലെ ഒരു 1-2 കിഴങ്ങും കൂടെ കൂടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കഷ്ടിച്ചിട്ട് നമ്മുടെ ഒരു മസാലയുടെ കൂട്ടിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം നമുക്കൊരു 1.5 ഗ്ലാസോളം വെള്ളം ചേർത്തെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പത്തിരിക്ക് മാത്രമല്ല നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ ഒരു നല്ലൊരു മുട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ ഒരു 2-3 വിസിലടിച്ചിട്ട് കിഴങ്ങൊക്കെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കുഴയണ വരെ ഒന്ന് വേവിച്ചെടുക്കുക. 2 വിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കിഴങ്ങൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് അതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുക.
ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഈ ഒരു കുക്കറിനകത്ത് നിന്ന് ഞാനിപ്പോൾ മാറ്റിയിട്ടത് ഇതുപോലെ ഒരു പാനിലോട്ടൊക്കെ ഇത് കറി കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ തിളയ്ക്കണം, നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുമ്പം മുട്ട നമുക്ക് പുഴുങ്ങാതെ തന്നെ നമുക്ക് ഇതുപോലെ ഇത് തിളയുടെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ ബുൾസൈ രീതിയിൽ അപ്പം നമുക്ക് എല്ലാം ഇതുപോലെ ഒരു 4-5 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പുഴുങ്ങാതെ തന്നെ പെട്ടെന്നൊക്കെ രാവിലെ തന്നെയൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിലാണെങ്കിലും ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്ക് മുട്ട പുഴുങ്ങാതെ തന്നെ പെട്ടെന്ന് കറി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ അതെല്ലാം ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ അകമൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നു കഴിഞ്ഞപ്പം ഇതുപോലെ എല്ലാ ബുൾസൈ മുട്ടകളും നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു മുട്ട നമുക്ക് ചോറിന് കൂട്ടാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം പത്തിരിക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ ഇതുപോലെ അപ്പത്തിനൊക്കെ ഇട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയാണ്, 5 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മുട്ടക്കറി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഫോളോ ചെയ്ത് പിടിച്ചാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലേക്കും ഒന്ന് ഷെയർ ചെയ്തിരിക്കാൻ മറക്കല്ലേ. ബൈ.